ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റോസ്റ്റഡ് ബീഫാണ്. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ ആണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനത് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫൈ കിട്ടുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി 6 കിലോ ബീഫാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇനി നമുക്കത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള മാരിനേഷൻ റെഡിയാക്കണം. അതിനുവേണ്ടി നമുക്കൊരു ബൗളിലേക്ക് 1/4 കപ്പ് ഓയില്, 1 ടീസ്പൂണ് സാൾട്ട്, 2 ടീസ്പൂണ് പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 2 ടീസ്പൂൺ റോസ്മേരി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ തരികളില്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ബീഫ് എടുത്ത് വെച്ചു നമുക്ക് മാരിനേഷൻ എടുക്കണം. നമ്മൾ മാരിനേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യണം. എന്നത് ഇംഗ്ലീഷ് സ്റ്റൈലാണ് ഇത് ബീഫ് റോസ്റ്റ് ചെയ്യണത്. നമ്മൾ ഫുള്ളായിട്ട് തന്നെയാണ് ഇത് മാരിനേഷനാണ് റോസ്റ്റ് ചെയ്യണത്. ഇപ്പം മാരിനേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പാനിലോട്ട് എണ്ണ ഒഴിച്ച് എണ്ണ സ്പ്രേ ചെയ്ത് ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ അകത്തേക്കാണ് ഈ ബീഫ് എടുത്ത് വയ്ക്കുന്നത്. ഇപ്പോൾ എല്ലാ സൈഡിലും ആകുന്ന രീതിയിൽ നന്നായിട്ട് മാരിനേഷൻ എടുക്കണം. 2 പീസും നമുക്കതുപോലെ തന്നെ മാരിനേഷൻ എടുക്കാം. നമുക്ക് ബീഫ് വെക്കുമ്പോൾ ഈ നെയ്യുള്ള ഭാഗം അതിൻ്റെ അടിയിലോട്ട് പോകുന്ന രീതിയിൽ വെച്ചാൽ മതി. അപ്പം അവിടെ ഹാർഡാകാതിരിക്കും, ഇറച്ചിയൊക്കെ ഹാർഡായി പോകാതിരിക്കും. നമ്മൾ സ്ലോ കുക്കാണ് ചെയ്യണത്, ടൈം എടുത്ത് കുക്ക് ചെയ്യണതാണ്. അത് കഴിഞ്ഞ് നമുക്ക് ബാലൻസ് വരുന്ന മാരിനേഷൻ്റെ മുകളിലോട്ട് ഇതുപോലെ തേച്ച് കൊടുക്കാം. ഫുൾ ഇതുപോലെ തേച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്ത് വേണം ഇത് ബേക്ക് ചെയ്യാൻ. കവർ ചെയ്ത് 3 മണിക്കൂറാണ് ഇത് ബേക്ക് ചെയ്യണത്. ഓവൻ്റെ ടെമ്പറേച്ചറിന് ഡിപ്പെൻഡ് ചെയ്ത് ഇപ്പം 3 to 3.5 മണിക്കൂറൊക്കെ എടുക്കും. സ്ലോ കുക്കായിട്ടാണ് നമ്മൾ ചെയ്യണത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഞാൻ 180 ഡിഗ്രിയാണ് ബേക്ക് ചെയ്യണത്. 350 ഡിഗ്രി ഫാരൻഹീറ്റ്. പിന്നെ ഇപ്പം 3 മണിക്കൂർ കഴിയുമ്പോൾ അവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഈ ഒരു പരുവത്തിലാണ് കിട്ടുന്നത്. നമുക്ക് ഇതിൻ്റെ ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ 10 സെക്കൻഡുകളിൽ 165 ഫാരൻഹീറ്റ് എത്തണം. ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് സോസ് ഉണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെ ബേക്ക് ചെയ്ത വെള്ളം കൊണ്ട് നമുക്ക് സോസ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് ബേക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത്. നമുക്ക് സോസ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞാൽ ആ വെള്ളം ഉപയോഗിച്ച് നമുക്ക് സോസ് ഉണ്ടാക്കാവുന്നതാണ്. അതിന് സോസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ബ്രൗൺ സോസായിട്ടാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ റോസ്റ്റഡ് ബീഫ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അത് നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ ആണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. Thanks for watching my video.